പാറക്കൂട്ടങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുകയാണ് കൊല്ലം ജില്ലയിലെ മുട്ടറ മരുതിമല. മാനമുട്ടുന്ന പാറക്കാഴ്ചകളാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. പുലർകാലത്തെ മഞ്ഞുവീഴ്ചയും സായാഹ്നങ്ങളിൽ കുളിർകാറ്റും സൂര്യാസ്തമയ കാഴ്ചകളും കൊണ്ട് വേറിട്ട അനുഭവം സമ്മാനിക്കുന്ന മരുതിമലയിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ജയശങ്കർ നടത്തിയ യാത്ര കാണാം. ഇനി കൊട്ടാരക്കരയിലെ ഒരു കുന്നിൻ മുകളിൽ കയറിയാൽ കൊല്ലം മുഴുവൻ കാണാൻ പറ്റുമോ? പറ്റുമെന്നാണ് ഞങ്ങളുടെ കൊല്ലംകാരനായ തിരുവനന്തപുരം റിപ്പോർട്ടർ സലീം മാലിക് പറഞ്ഞത്. ആ കാഴ്ചകളിലേക്കാണ്, മരുതിമലയുടെ കാഴ്ചകളിലേക്ക്. കാറിലെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാൽനടയായി പ്രകൃതിയുടെ മടിത്തട്ടിലൂടെയാണ് യാത്ര. അങ്ങനെ പടിക്കെട്ടുകൾ കയറി മുകളിലെത്തി. ഇനിയാണ് കാഴ്ചകൾ. കൈനീട്ടിയാൽ തൊടാനാകുന്ന മേഘങ്ങൾ, മെല്ലെ വീശുന്ന തണുത്ത കാറ്റ്, കുന്നിൻപുറം സമ്മാനിക്കുന്ന കാഴ്ചകൾ. അങ്ങു ദൂരെ ഇത്തിക്കര നദി, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിലും മനോഹരം. സമുദ്രനിരപ്പിൽ നിന്ന് 1100 അടി ഉയരത്തിലാണ് മരുതിമല. കസ്തൂരിപ്പാറ, ഭഗവാൻ പാറ, കാറ്റാടിപ്പാറ എന്നീ 3 വലിയ പാറകൾ ചേരുന്ന മരുതിമല അതിമനോഹരമായ കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് നൽകുന്നത്. കൊല്ലം നമ്മുടെ തങ്കശ്ശേരി വിളക്കുമരമൊക്കെ കാണാൻ പറ്റും. സമുദ്രം പോലും കാണാൻ പറ്റുമായിരുന്നാണ് ഒരു ധാരണ. എനിക്ക് തോന്നുന്നത് അങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് ഏരിയകൾ നമുക്ക് ചുറ്റും കാണാം. വളരെ മനോഹരമാണ്. ഒരുപാട് ഹൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ആണ്. പാറക്കെട്ടിനു മുകളിൽ വറ്റാത്ത കുളങ്ങളുണ്ട്. ഒരു കാലത്ത് നടത്തിയ പാറഖനനത്തിന്റെ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. അന്ന് നാട്ടുകാരുടെ ഇടപെടലാണ് കാഴ്ചകൾ തുളുമ്പുന്ന കുന്നിൻപുറം നിലനിൽക്കാൻ കാരണമായത്. ആകെ മൊത്തത്തിൽ പ്രകൃതി സൗന്ദര്യമാണെങ്കിലും ദിനംപ്രതി 100 കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇവിടെ കാര്യമായ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. നേരം ഇരുട്ടിയാൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാണ് ഇവിടെ. ഇത്തരത്തിലുള്ള ഒരു റിമോട്ടായ ഒരു ഏരിയ ആണിത്. കാരണം ഏത് രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധരായ ആൾക്കാർക്ക് വരാനും അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും പറ്റിയൊരു സംഭവം ഇവിടെ ഉണ്ട്. അതിന് ഗവൺമെൻറ് അല്ലെങ്കിൽ മറ്റ് പോലീസിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പോലീസിൻ്റെ ഒരു പെർമനൻറ്റ് ഔട്ട് പോസ്റ്റ് ഉണ്ടായിരിക്കണം. പഞ്ചായത്തിൻ്റെ ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങളോട് ഉണ്ടായിരിക്കണം. നിരീക്ഷണ സംവിധാനങ്ങളുണ്ടായിരിക്കണം. അതൊക്കെ ഈ പ്രദേശത്തെയും അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു കിടപ്പ് അനുസരിച്ച് അത് ആവശ്യമുള്ളൊരു സംഭവമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കേരളത്തിലെ ആദ്യ ഹരിതവന പദ്ധതി നടപ്പാക്കിയ വനേതര പ്രദേശം കൂടിയാണ് മരുതിമല. 38 ഏക്കർ വരുന്ന സ്ഥലത്താണ് മരുതിമല ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. നാട്ടുകാരുടെ ആശങ്കകൾ കൂടി പരിഹരിച്ചാൽ ടൂറിസം മാപ്പിൽ ഇനിയും ഉയരാം മരുതിമലയ്ക്ക്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ വെളിയം ഗ്രാമപഞ്ചായത്തിലെ മുട്ടറയിലാണ് മരുതിമല സ്ഥിതി ചെയ്യുന്നത്. കറുത്ത പാറക്കൂട്ടങ്ങളാണ് മരുതിമലയുടെ ആകർഷണം. കൊട്ടാരക്കര വഴി വരുമ്പോൾ
ഈ കുന്നിൻപുറത്ത് കയറിയാൽ അത്യാവശ്യം കാഴ്ചകൾ കണ്ട് തണുത്ത കാറ്റേറ്റ് മടങ്ങാം. ഒരു മഴ കൂടി ഉണ്ടെങ്കിൽ സംഭവം പൊളിയാണ്. ക്യാമറമാൻ ജിനുവിനൊപ്പം എ ബി ജയശങ്കർ, 24 കൊട്ടാരക്കര. അപ്പോൾ അതാണ് മരുതിമലയുടെ വിശേഷങ്ങൾ.